പക്ഷെ നമ്മുടെ പരിപാടികളിലൊരു പങ്കാളിത്തം നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിനൊരു പിന്നോട്ടടി ഉണ്ടാവും. നല്ല രീതിയിൽ എല്ലാവരും വന്നാലാണ് നമുക്ക് ഈ ചർച്ചകളൊക്കെ ഒരു ആരോഗ്യപരമായിട്ട് നടത്താൻ കഴിയുള്ളൂ. വ്യക്തിപരമായിട്ട് എനിക്കിതിൽ പറയാനുള്ളത് സിനിമ അല്ലെങ്കിൽ ചലച്ചിത്രം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. വ്യക്തിപരമായിട്ട് അത്രയും താല്പര്യമുണ്ട്. ഒരു പക്ഷേ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ആരാകണം എന്ന് ചോദിച്ചവരോട് നമ്മൾ പറഞ്ഞത് എനിക്കൊരു സിനിമ സംവിധായകനാകണം എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. മറ്റുള്ളവർ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ പറയുമ്പോൾ നമ്മൾ അതായിരിക്കും പറഞ്ഞിരുന്നത്. പക്ഷെ ജീവിതത്തിൽ നമ്മുടെ ചില യാഥാർത്ഥ്യങ്ങൾ നാമായിട്ടൊന്നും തിരിയാൻ നമുക്ക് ഒരു സാധ്യത കൽപ്പിച്ച് കിട്ടിയില്ല. എന്നാലും ആ താല്പര്യങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് സാറ് പറഞ്ഞ അടുത്തുനിന്ന് തന്നെ തുടങ്ങുകയാണ്. നമ്മൾ 1928 പുറത്തിറങ്ങിയ ആ വിഗത കുമാരനിൽ നിന്നും ഇന്ന് അത്യാധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിനിമയുടെ പുതിയ തലങ്ങൾ അർത്ഥതലങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്ന നമ്മുടെ സിനിമ. ആ സിനിമയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇന്ത്യൻ സിനിമയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് 1928 മുതൽ കണക്കിലെടുക്കുമ്പോൾ ഒരു 65 വരെയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ മലയാളത്തിൻ്റെതായ ഒരു തനിമയോടുകൂടി സിനിമകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അന്ന് നമ്മുടെ മറുഭാഷാ ചിത്രങ്ങളോട് അതിനെ പരിഷ്കരിച്ച് മലയാളീകരിച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കുന്ന ഒരു രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. 65-ലാണ് ചിത്രം മാറുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് രാമു കാര്യാട്ട് എന്ന് പറയുന്ന ഒരു സംവിധായകൻ ചെമ്മീൻ എന്ന അദ്ദേഹത്തിന്റെ ആ സംരംഭത്തിലൂടെ ഇന്ത്യൻ സിനിമയിലേക്ക് തുറന്നിട്ട പുതിയ ഒരു വാതായനം, അതിലൂടെയായിരുന്നു മലയാള സിനിമ പിന്നീട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്കറിയാം, നമുക്ക് മലയാള സിനിമയുടെ ഒരു പുഷ്കല കാലം തന്നെയായിരുന്നു. രാമു കാര്യാട്ടിന് ശേഷം പത്മരാജൻ, ഭരതൻ, അങ്ങനെയുള്ള സംവിധായകര് ഒട്ടനവധി പരീക്ഷണ ചിത്രങ്ങളുമായി മുന്നോട്ട് വരികയും 70-കളിൽ തന്നെ രൂപപ്പെട്ട ഈ ഫിലിം ക്ലബ്ബുകൾ, നാട്ടുകളിലൊക്കെ ഫിലിം സൊസൈറ്റികളൊക്കെ തുടങ്ങിയൊരു കാലഘട്ടമാണ്. അതിന്റെ സ്വാധീനം കൊണ്ടായിരിക്കാം വൈദേശിക സിനിമകൾ ധാരാളം കാണാനുള്ള അവസരം ചെറുപ്പക്കാർക്ക് ഉണ്ടാവുകയും അവരിൽ നിന്നും പുതിയ ആശയങ്ങൾ രൂപപ്പെടുകയും ആ ആശയങ്ങളെ ചലച്ചിത്രമാക്കി മാറ്റിയപ്പോൾ ഒരു പക്ഷേ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു ക്ലാസിക് സിനിമകൾ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചെമ്മീൻ അതിന്റെ ഒരു ആദ്യ ചുവടുവെപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ചെമ്മീനാണ് ഇന്ത്യക്ക് പുറത്ത് ഒരു കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു സ്വർണ്ണ മെഡൽ കിട്ടിയ ഒരു സിനിമ എന്നാണ് എൻ്റെ അറിവ്. അത് ശേഷമാണ് ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പട്ടം സംവിധായകൻ മലയാള സിനിമയിലേക്ക് കയറി വന്നത്. അതുപോലെ തന്നെ 72-ൽ മറ്റൊരു സ്ക്രീൻ കൂടെ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുവരെ ഒരു വാണിജ്യ സിനിമ, സമാന്തര സിനിമ എന്നുള്ള രീതിയിലായിരുന്നില്ല മലയാള സിനിമയിൽ നിലനിന്നിരുന്നത്. 72-ൽ സ്വയംവരം എന്ന ചിത്രത്തിലൂടെ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നപ്പോൾ അതിന് സിനിമ എന്നുള്ളത് കേവലം ഒരു ആസ്വാദനത്തിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ സകല മേഖലകളിലും സ്പർശിച്ചുകൊണ്ട് പല ചിന്തകളും നമ്മുടെ മുന്നിലേക്ക് വെക്കുവാൻ സിനിമയ്ക്ക് കഴിയുമെന്നും ആ സിനിമയിലൂടെ നമ്മളുടെ സമൂഹത്തിന്റെ പരിണാമങ്ങൾ രേഖപ്പെടുത്തി പോകാനും കഴിയുമെന്നുള്ളത് തെളിയിച്ച ഒരു സംവിധായകനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ആ വരവോടുകൂടിയാണ് ഒരു പക്ഷേ മലയാള സിനിമയിൽ രണ്ട് തലത്തിലുള്ള ഒരു ഇത് വരുന്നത്. സമാന്തര സിനിമ എന്ന് പറയുന്ന ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ വരവോടുകൂടിയുള്ള ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നും പലപ്പോഴും അത്തരത്തിലുള്ള സിനിമകൾ നമ്മളുടെ എന്താ പറയാ മുഖ്യധാരയിൽ നിന്നും മാറി ചിന്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലേക്ക് ആ ചിത്രങ്ങൾ ഒരു എന്താ പറയാ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്നുണ്ട്. എന്നാലും ആ സിനിമകളിലും ഇത്തരത്തിലുള്ള ആശയങ്ങൾ സംവദിക്കുവാൻ
കഴിഞ്ഞു, അങ്ങനെ ഒരു മാർഗമാക്കി എടുത്തു. അതിനുശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്താകമാനം മാറ്റങ്ങൾ വന്നിട്ടുള്ള 90കളിൽ ഈ നമുക്ക് ആഗോളവൽക്കരണത്തിന് ശേഷം സിനിമയ്ക്ക് വന്നിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട്.